അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആദ്യമായി പ്രതികരിച്ച പ്രിൻസിപ്പൽ വിനോദ് മുനി ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചിരുന്നതായും ഇതേക്കുറിച്ച് വെള്ളിയാഴ്ച നിതിൻ രാജിനോട് സംസാരിച്ചിരുന്നതായും പ്രിൻസിപ്പൽ വെളിപ്പെടുത്തി. അധ്യാപികയ്ക്ക് നിരവധി കോളുകളും മെസ്സേജുകളും വന്നിരുന്നു. നമ്പർ നൽകിയിട്ടില്ലെന്നായിരുന്നു നിതിൻ പറഞ്ഞതെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പ്രിൻസിപ്പൽ വിനോദ് മോനി പറഞ്ഞു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടും പരാതി ലഭിച്ചിരുന്നു. അധ്യാപികയാണ് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് നിതിൻ രാജിനെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. അധ്യാപികയുടെ നമ്പർ നൽകിയിട്ടില്ലെന്നാണ് നിതിൻ പറഞ്ഞത്. നൽകിയത് അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും നമ്പറാണെന്നും നിതിൻ പറഞ്ഞു. എന്നാൽ അധ്യാപിക തെളിവുകൾ കാണിച്ചു. ഇതിനു പിന്നാലെ നിതിൻ മൊബൈൽ ഫോൺ തന്നെ ഏൽപ്പിച്ച് പോവുകയാണുണ്ടായതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. മാഡത്തിൻ്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാം മീൻസ് എൻ്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡത്തിൻ്റെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിൻ്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിൻ്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിൻ്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റൻ്റായിട്ട് അടയ്ക്കണം. ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നിതിൻ ആദ്യം ഞാൻ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിൻ്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേരും ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി, നാച്ചുറലി. മാഡം പഠിപ്പിക്കുന്നതാണ്, നല്ല ക്ലാസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ ഇതാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ. ലോൺ ആപ്പ് വിഷയം അറിയിക്കാൻ കുടുംബത്തെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കിട്ടിയിരുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. നിതിനെ ചേംബറിൽ വിളിപ്പിച്ചപ്പോൾ ഡോക്ടർ റാം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും പ്രിൻസിപ്പൽ വെളിപ്പെടുത്തി. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് ശേഷം ആദ്യമായാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.